ഞാൻ മഞ്ജു, എന്റെ കൂടെ none other than ഷെഫ് പിള്ളേ. നമസ്കാരം. യെസ്, നമസ്കാരം. എവിടെയാണ്? ആളെ കാണാനില്ല. എങ്ങനെയാണ് താങ്കളിപ്പോ വന്ന് ഷെഫിൽ നിന്ന് ഒരു ട്രാവലറായി മാറിയോന്നാണ്? തീർച്ചയായിട്ടും എനിക്ക് ട്രാവൽ എന്ന് പറയുന്ന സാധനം അത്ര വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പേഴ്സണലി. എനിക്ക് ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഇഷ്ടം. ഓക്കെ. പക്ഷെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ഒരുപാട് സ്ഥലങ്ങളിൽ, അത് ഒരു സിറ്റി തന്നെ ഒരു 10 ദിവസം അടുപ്പിച്ച് നിന്നിട്ടേ ഇല്ല. അപ്പോൾ ഈ 2.5 years ഈവൻ വീട്ടിൽ പോലും 10 ദിവസത്തിനുള്ളിൽ വേറെ അടുത്ത് പോയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ട്രാവൽ ചെയ്ത ഒരു ഭയങ്കര, അപ്പം എനിക്ക് നമുക്ക് പറയില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും അല്ല കിട്ടുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ജോലിയുടെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എൻജോയ്മെൻ്റ് ഉണ്ട്. നമ്മൾ പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല കാഴ്ചകൾ, പല ആൾക്കാരെ, ഓരോ യാത്രയിലും ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവം, അവസാനം എൻ്റർപ്രണർ എന്ന നിലയിൽ വരുമ്പോഴാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാകുക. പക്ഷെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ പോലും ഇത് ശരിക്കും ഇപ്പം എൻജോയും കൂടെ ചെയ്തു വരികയാണ്. അതുകൊണ്ട് യാത്രകൾ ഭയങ്കര ഇഷ്ടത്തിനോടൊപ്പം തന്നെ ഇപ്പോൾ അതൊരു അനിവാര്യമായ കാര്യമാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് എല്ലാം നമുക്കറിയാം ഇന്നത് ചെയ്തേ പറ്റൂ എന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് യോജിച്ചാൽ പോകും. പേഴ്സണലി എനിക്കൊരു 4 ദിവസം അവധിയാണെങ്കിൽ എങ്ങും പോകാണ്ട് റൂമിനുള്ളിൽ തന്നെ ഇരുന്ന് മൊബൈലൊക്കെ നോക്കി വല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു പാചകം ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്ന ഒരു വാക്കാണ് കൈപുണ്യം. വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ കൈപുണ്യത്തിന്റെ? ഞാനത് ആദ്യം കൈപുണ്യം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പം അതൊരു മിത്താണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും ഇതൊരു പ്രാക്ടീസാണ്. ഓക്കെ, ഇങ്ങനെ പല ആൾക്കാരും എൻ്റെ മുത്തശ്ശി വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കും, എൻ്റെ അമ്മ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസാണ്. അത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഏതൊരാൾക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരാൾ ഒരു 10 തവണ ഒരു മീൻ കറി ഉണ്ടാക്കിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മീൻ കറിയാവും. അത് ആ ഒരു താല്പര്യം വരിക, അല്ലെങ്കിൽ എൻ്റെ റെസിപ്പി എന്താണെന്ന് അറിയാം. അല്ലാതെ മടി പിടിച്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് നല്ല ഭക്ഷണം എൻ്റെ മുത്തശ്ശി ഉണ്ടാക്കി തരുമ്പോൾ അങ്ങനെ പൊക്കി പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നി കൈപുണ്യം. ഓക്കെ, ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. ബട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നല്ലൊരാൾക്ക് അത് ഷെഫ് ആവണമെന്നില്ല, അതൊരു വീട്ടമ്മയാകാം, ആരായാലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരേ സംഭവം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മാസ്റ്റർ ആവും. അപ്പം കൈപ്പുണ്യം, നല്ല ഒരു പരിചയമില്ലാത്ത ബൾഗേറിയയിലുള്ള ഒരു ഇന്ത്യൻ ഫുഡ് എന്താണെന്നറിയാത്ത ബൾഗേറിയയിലൊക്കെ ഉള്ള ഈസ്റ്റേൺ യൂറോപ്പിലുള്ളൊക്കെ കുറേ ഷെഫുമാരല്ല, അവർ ലണ്ടനിൽ ജോലി വരുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് വരും, അവിടെ ജോലി കൊടുക്കും, അവർ ക്ലീനിങ് ബോയ് ആയിട്ട് വരും. പിന്നീട് നമ്മൾ പഠിപ്പിച്ചിട്ട് നല്ല ഒന്നാന്തരം മീൻകറി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കൈപ്പുണ്യമാണ് ഒരു ബൾഗേറിയയിൽ ഒരിക്കൽ പോലും മുളക് പൊടി എന്താണെന്ന് അറിയാത്ത ഒരാൾ നല്ല മീൻകറി ഉണ്ടാക്കി തന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് 10-15 years കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കൈപ്പുണ്യമല്ല, പ്രാക്ടീസാണ്. ഏതൊരാൾക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്കുള്ളിൽ തോന്നണം, എനിക്ക് ഞാൻ ഷോർട്ട് കട്ട് ഒന്നും ചെയ്യില്ല, ഉടായ്പൊന്നും ചെയ്യില്ല, അത് തേങ്ങ തിരിങ്ങണമെങ്കിൽ തിരിഞ്ഞെടുക്കും, പാല് പിഴിയണേ പിഴിഞ്ഞെടുക്കും, അല്ലെങ്കിൽ മെല്ലെ ഇളക്കി ആ 10 മിനിറ്റ് മൊബൈൽ നോക്കാണ്ട് ഇളക്കി അത് കരിയാതെ അടുക്കി പിടിക്കാതെ ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞ സാധനം ആർക്കും വരും. അതുകൊണ്ടായിരിക്കും നമ്മൾ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ അമ്മ സ്നേഹം കൂടെ അതിനകത്ത് ആഡ് ചെയ്യുമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് സ്നേഹം എന്ന് പറയുന്നത് ഒരു അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് കഴിക്കാനാണ്. അവർ എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ മകന്, മകൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ബ്രദറിന്, അങ്ങനെ അവർക്ക് ആ ഒരു സ്നേഹം ഉള്ളിൽ വരും ഓട്ടോമാറ്റിക്കലി. എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പം അവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവായിരിക്കും. ഒരു ഹോട്ടലിലുള്ള പോലെ ഒരുപാട് കാര്യങ്ങളില്ല, വീട്ടിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ടായിരിക്കും. പക്ഷേ അവരതിനെ ആ ഒരു ടൈം കൊടുക്കേണ്ടതിന് ടൈം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ബിസിയാണ്, എനിക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കണം, എന്തെങ്കിലും എല്ലാം കൂടെ എടുത്ത് ഒരു സാമ്പാർ ഉണ്ടാക്കണം പറഞ്ഞ് കുറേ കഷ്ണങ്ങൾ അരിഞ്ഞൊരു കുക്കറിനകത്ത് മുളക് പൊടിയും പരിപ്പും എല്ലാം കൂടെ ഇട്ട് ഒറ്റയ്ക്ക് 2 വിസിലടിച്ചൊരു താളിപ്പടിച്ചിട്ട് സാമ്പാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറല്ല. സാമ്പാറിന് ആദ്യം പരിപ്പ് വേവിച്ച് മെല്ലെ ആദ്യം വേവേണ്ട കഷ്ണങ്ങൾ, ഇച്ചിരി കട്ടിയുള്ള ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ക്യാരറ്റ് പോലെ അതിടുന്നു, അതിനുശേഷം വഴുതനങ്ങ ഇടുന്നു, ഏറ്റവും അവസാനം വെണ്ടയ്ക്ക ഇടുന്നു, പച്ചമുളക് ഇടുന്നു. അപ്പോൾ ആ കാണുമ്പോൾ അതിൻ്റെ വിസിബിളായിട്ട് ഓരോ കഷ്ണങ്ങളൊക്കെ കാണുന്ന രീതിയിലാണ് സാമ്പാർ ഇഷ്ടപ്പെടുക. അപ്പോൾ അത് അന്നത്തെ മുത്തശ്ശിമാർ ഈ ഉടായ്പകൾ പരിപാടികൾ കാണിക്കില്ല. കാരണം അവർക്കറിയാം ഈ സാമ്പാർ വന്നാൽ ആ കഴിക്കുന്ന ആൾക്ക് കാണണം, ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തുടയണം, അതിനകത്ത് വഴുതനങ്ങ ഉണ്ടെന്നറിയണം, അല്ലെങ്കിൽ ഇതിനകത്ത് അമരയ്ക്ക ഉണ്ടെന്ന് കാണാം, പച്ചമുളക് കൃത്യമായിട്ട് കാണാം. ഇന്നത്തെ സാമ്പാറിനകത്ത് എന്ത് കണ്ടു, കുക്കറിനകത്ത് അടിച്ച സാമ്പാറിനകത്ത് ഒരുപക്ഷെ ഒരു കഷ്ണങ്ങളും കാണില്ല, എന്തോ ഒരു കറി. അപ്പോൾ അതുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് കൈപ്പുണ്യമല്ല, പ്രാക്ടീസാണ്, മെത്തേഡാണ്. ഫോളോയിങ് ദറ്റ് ആ ഒരു റെസിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ വരും. പണ്ടും ഇതുപോലെ തന്നെ ഒരുപാട് പേര് പാചക കലയിൽ വിദ്വാൻമാരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പക്ഷെ പണ്ട് ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ആരാ ഷെഫ് എന്ന് ചോദിച്ചു പോയി അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
തീർച്ചയായിട്ടും ഭയങ്കരമായ ഒരു സന്തോഷമാണ്. ഇപ്പം പണ്ട് പാചകക്കാരെന്ന് പറയുന്നത് ഈ ഒരു കല്യാണ ദിവസങ്ങളിൽ മാത്രമാണ് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, കല്യാണത്തിന് സദ്യ ഉണ്ടാക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം ആ. ഈ ചെറുക്കൻ വന്ന് പെണ്ണിൻ്റെ വീട്ടിലൊരു 8 മണിക്ക് വന്ന് കാണും. ഓക്കെ, പെണ്ണ് അതിന് കളിയാക്കി പറയുന്ന പെണ്ണ് ഒളിച്ച് പോയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയില്ല. ചെക്കനും ഫ്രണ്ട്സും കൂടാണ് വരിക. ഓ, അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിൽ പോയി കണ്ട് അതെവിടെ കൊല്ലത്തോ? കൊല്ലത്തും ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളതാണ് ഓ, അത് എല്ലാ ശരി. കല്യാണങ്ങളിലും. ഓ, അന്ന് രാത്രി, അതായത് നാളെ കല്യാണമാണ്, രാത്രി അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടല്ലോ. ആ, അത് കഴിഞ്ഞൊരു 8:30 9 o'clock ആകുമ്പോൾ ചെക്കനും ഏറ്റവും അടുത്ത ഫ്രണ്ട്സും കൂടെ വന്ന് പെണ്ണിനെ കാണണം. പെണ്ണ് വന്നൊരു നാരങ്ങയെ കൊടുക്കും, ഭക്ഷണമൊക്കെ കൊടുക്കും. ചെറുക്കന് മാത്രം നാരങ്ങ കൊടുക്കില്ല, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. ആ. അപ്പോൾ അത് കളിയാക്കി പറയുന്ന രാത്രി പെണ്ണ് അവിടെ ഉണ്ടല്ലോ എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാം. ആ. അത് കഴിഞ്ഞിട്ട് ഈ ചെക്കൻ പോയിട്ട് കല്യാണം ഉണ്ടാക്കുന്ന ഷെഫിന് അല്ലെങ്കിൽ ആ പാചകക്കാരൻ സദ്യാലയത്തിലാവാം, അല്ലെ വീട്ടിലാവാം, വേറെ അമ്പലത്തിലോ വല്ല ഹാളിലാണ്, അവിടെ പോകണം. ഉം. ഫുഡ് കഴിച്ചിട്ട് ചെക്കൻ പോയിട്ട് ഒരു 500 രൂപ 1000 രൂപ കൊടുത്തിട്ട് തൊഴിലാളി പറയും, നാളെ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ വരുവാണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു ചടങ്ങുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ളതാണ്, ഞാനൊക്കെ അത് കാണുന്നതാണ്. ആ. അത് അന്ന് മാത്രമാണ് ഈ ഷെഫിനെ ഒരു അംഗീകാരം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ടാക്കിയ ആളെ പിന്നെ അവർ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞു വന്നത് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും ഈ കുക്സ് അല്ലെ ഷെഫ്സിന് ഒരു ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ അതൊരു വളരെ വലിയൊരു അപ്രിഷ്യേറ്റ് അല്ലാതെ ആകെ കൂടെ അപ്രിഷ്യേറ്റ് ചെയ്തത് ഞാൻ കണ്ടത് ഈ കല്യാണത്തിന് മാത്രം. അത് അന്നത്തെ ദിവസം മാത്രം, അല്ലാതെ പിറ്റേ ദിവസം പുള്ളി ഒരു സൈക്കിളിൽ കൂടെ പോയാൽ പോലും തിരിഞ്ഞു നോക്കില്ല. അവിടെ ഒരു സാധാരണ പാചകക്കാർ, ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നവരായാലും അല്ലെ ദഹനക്കാർ, കുക്ക്, അങ്ങനെ പലതരം കുശിനിക്കാർ, അങ്ങനെ ഒരു പേര് ബ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരൊരിക്കലും, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പണിക്കാരനാണെങ്കിൽ ഒരു കല്യാണ മാർക്കറ്റിൽ ഒരു വാല്യൂ ഇല്ല, അയ്യോ ഏറ്റവും മോശം പൊറോട്ട അടിക്കാരനാണ്, ചായ അടിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വളരെ മോശം തൊഴിലാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലാണ് മലയാളികളും ഇന്ത്യയിലേക്ക് പൊതുവെ അത് ഇങ്ങനെ മാറി വരുന്നു. പിന്നീട് ഇത് ഷെഫ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തൊഴിലുണ്ട്, അങ്ങനെ ഒരു കരിയർ ഉണ്ട്, അത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള, ഭയങ്കര പേർക്സ്, ഒരുപാട് ഏണിങ്സ് ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു മേഖലയാണെന്നൊക്കെ ഈ അടുത്ത സമയത്ത് തിരിച്ചറിയുകയും അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഇപ്പോഴാണ് പിള്ളേരൊക്കെ ഫുഡ് ടെക്നോളജി പഠിക്കുക എന്നൊക്കെ. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പാരൻസ് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ മകനെ ഷെഫാക്കണം. അത് ചിലവരൊക്കെ പറയും എനിക്ക് ഷെഫ് പിള്ളേരാണ് കാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇവരിങ്ങനെ പണ്ട് കുട്ടികൾക്കൊക്കെ ആഗ്രഹമുണ്ട് ഈ കുക്കിംഗ് പഠിക്കണമെന്നൊക്കെ, പക്ഷേ ഒരിക്കലും അവർ പേരൻസ് പറയാൻ പറ്റില്ല. അവർ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ, അല്ലെങ്കിൽ അവരെ അതെ, ആ ഒരു സമയത്തിന് ശേഷം ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് പാരൻസ് ഇങ്ങോട്ട് വന്നിട്ട് മെസ്സേജ് അയക്കും, ഷെഫ് എൻ്റെ മോനെ എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കും, ഏതാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എങ്ങനെയാണ് അവൻ്റെ കരിയർ ബിൽഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു പണ്ട് ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഷെഫ് പിള്ള ഭയങ്കര പോപ്പുലർ ആവുകയും ഒക്കെ. പക്ഷെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മൾ ഇതിനെ മനസ്സിലാക്കി തുടങ്ങിയ ആ ഒരു സമയത്ത് നമുക്ക് ആ സമയത്ത് പ്രത്യേകിച്ചും പെണ്ണുങ്ങളാണല്ലോ പാചകത്തിൽ കേട്ട് കേൾവിയുള്ളതും. പുരുഷൻ എന്നുള്ള രീതിയിൽ താങ്കൾ ഇതിനകത്തേക്ക് വരുമ്പോൾ നാച്ചുറലി എന്തൊക്കെയായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയൊക്കെ? തീർച്ചയായിട്ടും ആളുകൾക്ക് ഇത് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അജ്ഞത കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖല, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിപ്പം ഇപ്പോൾ ആളുകൾക്ക് അറിയാമോ, ഒരു ഷെഫ് പുള്ളിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും, ഒരു ഷെഫിന് ഇതൊക്കെ ആവാൻ പറ്റും ഒരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ വീണ്ടും അതിൻ്റെ ബാക്കിൽ ഇനിയിപ്പോൾ ഒരു അടുത്ത 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് 20 ഇയേഴ്സിനുള്ളിൽ ഒരുപാട് നല്ല ഷെഫ്മാർ എന്നെക്കാട്ടി വളരെ മികച്ച രീതിയിൽ പോയേക്കാം. കാരണം എന്നെക്കാട്ടി നല്ല സ്കില്ലുള്ള ആൾക്കാർ ഇനി വരില്ലേ. അപ്പോൾ നല്ല അവർ ഇതിൻ്റെ എല്ലാ ബെറ്ററോ. അപ്പോൾ ഞാനൊരു 20 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഇത്തിരിയെങ്കിലും ഇതൊക്കെ ആവാൻ പറ്റിയത്. അപ്പോൾ ഇനിയൊരു കഴിവുള്ള ഒരാൾക്ക് ചിലപ്പോൾ ആദ്യത്തെ 5 ഇയേഴ്സിൽ തന്നെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മേഖലേനെ പണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യാത്തൊരു സ്ഥലം. ഇപ്പോൾ നമുക്ക് ഒരു പാചകക്കാരനെന്ന് പറയുമ്പോൾ ആരും അങ്ങനെ ഒരു വൗ എന്ന് പറയില്ല. ഇപ്പോൾ ഒരു ഷെഫ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, ഓ ഷെഫാണല്ലേ. ആ പണ്ട് കുക്കായിരുന്നു മാക്സിമം ആ ഒരു പേര് പറയുന്നത് പോലും അങ്ങനെയായിരുന്നു. ഇന്നും നമ്മൾ കുക്കെന്ന് പറയത്തില്ലേ? കുക്കെന്ന് പറയും. കുക്കും ഷെഫുമായിട്ട് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കുക്കെന്ന് പറഞ്ഞാൽ ബേസിക്കലി നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഷെഫിന് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു ടീമിനൊക്കെ വെച്ച് ഒരു കിച്ചൺ ബ്രിഗേഡിനെ എങ്ങനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കംപ്ലീറ്റ് പ്രൊക്യൂർമെൻറ്റ് നോക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് എടുക്കുക, നന്നായിട്ട് പ്ലേറ്റ് ചെയ്യുക, അതിൻ്റെ കോസ്റ്റിംഗ് എടുക്കുക, അതിൻ്റെ ഫുഡിൻ്റെ പ്രൈസിനെ കുറിച്ച് നല്ല ബോധവാനാകുക, അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ നീഡ് അനുസരിച്ച് ഡിഫറെൻറ്റ്. പക്ഷേ ഒരു കുക്കിന് ഇതൊന്നും അറിയണ്ട. ഇതൊരു മെനു ഒരു ഷെഫ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇന്നതാണ് മെനു, ഓക്കെ ഒരു 3 നോൺ വെജ് മെനു, 3 സ്റ്റാർട്ടേഴ്സ്, അല്ലെങ്കിൽ 5 മെയിൻ കോഴ്സ്, 2 ഡെസേർട്ട്, കുറച്ച് 8 സാലഡ്, 3 സൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി അടിച്ച് റെഡിയാക്കി കൊടുക്കും. പക്ഷേ ഇത് 3 സൂപ്പ് ഏത് വേണം, അതിന് എന്ത് ഇൻഗ്രീഡിയൻറ്റ് വേണം, ഇത് സീസണലാണോ, അല്ലെങ്കിൽ ഈ സീസൺ സമയത്ത് ഇതാണോ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടൈമിലാണ് ഈ ഒരു സീസണിൽ ഈ ഫിഷ് പോകുന്നത്, അപ്പോൾ ഇതിന് പകരം ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇതെടുക്കാം. ഇതൊക്കെ ഒരു ഷെഫ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതൊക്കെ ഷെഫിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഒരു കുക്കിൽ നിന്ന് ഷെഫിലേക്ക് ഒരു വലിയ ദൂരമുണ്ട്. അതിങ്ങനെ
പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് പെട്ടെന്നാവുന്നു. ഈ സംഗീതവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധമുണ്ടല്ലോ, നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ പാട്ട് വെച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡിന് വേറൊരു ടേസ്റ്റ് ആണോ? തീർച്ചയായിട്ടും. ഇത് ഞാനൊന്നും ജോലി ചെയ്യുമ്പോൾ അതൊന്നുള്ള ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഇവിടെ കൊച്ചിയിലെ കിച്ചണിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കിച്ചണിലെ ഷെഫുമാർ മ്യൂസിക് സിസ്റ്റം ഒക്കെ അവർ തന്നെ വാങ്ങിച്ച്, അപ്പം എൻ്റെ അടുത്ത് സാധാരണ ഒന്നും അടുത്തും അനുവദിക്കത്തില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ എന്താണ് പാട്ട് കേട്ട് ഒരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി. ഹൂവർ ഇറ്റ് ഈസ്, ഏത് മേഖലയായിക്കോട്ടെ, ഷെഫ് എന്നല്ല, നിങ്ങൾ ഹാപ്പി ആയാൽ നിങ്ങളുടെ ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി കിട്ടും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർ പാട്ട് കേൾക്കുന്നു, സൈഡിൽ കൂടെ തമിഴ് എല്ലാം എ ആർ റഹ്മാൻ്റെ പാട്ട്, എനിക്ക് എ ആർ റഹ്മാൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹൈറ ഹൈറ നോക്കുമ്പോൾ അവിടെ പുള്ളി നിന്ന് പൊറോട്ടയൊക്കെ അടിക്കുകയാണ്, എൻ്റെ ബാക്കിൽ നിന്ന് അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ നിന്ന് സ്ലോ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും സ്ലോ ആവും. ഞാൻ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു മ്യൂസിക് ഒക്കെ നിർത്തും. ഇവർക്ക് ഷെഫൊക്കെ വരുന്നത് നമ്മളിങ്ങനെ ബിസി ടൈമിൽ പാട്ടും കേട്ടോണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു വെക്കി. അപ്പോൾ നോക്കുമ്പോൾ ഇവരെല്ലാം എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഒരു ഹാപ്പിയോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും ബെസ്റ്റാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഭയങ്കര സ്ട്രിക്റ്റ് വർക്ക് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വെച്ചാലും എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ആർ വെരി ഹാപ്പി, ആ വർക്ക് കുറച്ചുകൂടെ ആ ചെയ്യുന്ന ജോലിയിൽ ആ ഒരു 8 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 6 hours നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കാണുന്നവരോട് കൂടുതൽ എനർജിയോടെ സംസാരിക്കും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പാട്ട് ജസ്റ്റ് അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പാട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അപ്പം നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ പെട്ടെന്ന് എനിക്കങ്ങനെ കിച്ചണിൽ കയറുമ്പോൾ അങ്ങനെ ഒന്നുമല്ല, എനിക്ക് പാട്ട് എല്ലാ ഭാഷയിലെ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഭയങ്കര നമ്മളെ ഹാപ്പി ആക്കുന്നതാണ്. എനിക്ക് ഹാപ്പി സോങ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല മെലഡീസ് ഭയങ്കര ഇഷ്ടമാണ്, പ്രണയഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഈ ഒരു സ്പീഡോട് കൂടി ഒരു ഹാപ്പി സോങ്സ് ഇല്ലേ, അത് ഭയങ്കര കിച്ചണിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു എൻവയോൺമെൻറ്റ്. ഞാൻ അങ്ങനെയൊക്കെ ഒരു കിച്ചണിൽ ആക്ഷനൊക്കെ വരുമ്പം ആ ഒരു രീതി ഭയങ്കര, അതായത് ഇപ്പോൾ അവിടെ സമ്മർ ഇൻ ബെത്ലഹേമിൽ ആ മഞ്ജു വാര്യരുടെ ഒരു പാട്ടില്ലേ, അതെ, അങ്ങനെയൊക്കെയുള്ള, അതുപോലെ മാരിവില്ലിൻ അങ്ങനെയൊക്കെയുള്ള പാട്ട് ഭയങ്കര നമ്മളെ ആ ഒരു കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ആ എനർജിയാണ് വേണ്ടത്. നമ്മൾ ഹാപ്പി സ്പീഡ് കാര്യങ്ങൾ. കാരണം കിച്ചണിൽ ഇതേപോലെ വളരെ അല്ലേ താളമയഞ്ഞു അതേപോലുള്ള പാട്ടുകളൊന്നും നമുക്കത് പിടിക്കില്ല. പാട്ട് ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ ആ ജോലി, ആ ആക്ഷൻസ്, പേസ് നമുക്ക് കിട്ടും. അല്ല ഭയങ്കര താങ്കണക്ക അത്രയും സ്പീഡും വേണ്ട, ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു മെലഡി, ആ ഒരു സ്പീഡിലുള്ള പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മൂഡും ഭക്ഷണവും തമ്മിലുള്ള ബന്ധമാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മളുടെ മൂഡ് ഭയങ്കരമായിട്ട്, ഇപ്പം പുറത്ത് മഴ പെയ്യുന്നു, നമ്മളുടെ ഇത്തിരി മൂടിയായിരിക്കുമല്ലോ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഷെഫിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ? മൂഡും ഭക്ഷണവുമായിട്ട് ഭയങ്കരമായ ബന്ധമാണ്. കാരണം അത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇപ്പം എത്രയോ മില്യൺസ് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. കാരണം സ്വന്തം റെസ്റ്റോറൻറ്റിലും ജോലി ചെയ്ത സമയത്തും ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു 500 പേര് വന്നാൽ പല മൂഡിലുള്ള ആൾക്കാരാണ് വരിക. കൂടുതലും ഹാപ്പി ആയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വരിക. പക്ഷേ ഇതിനകത്ത് സമ്മർദ്ദമുള്ളവരുണ്ടാവാം, പലതരം സ്ട്രെസ്സിലും, അല്ല ജോലിയുടെ പ്രശ്നം, ഫാമിലിയുടെ പ്രശ്നത്തിലോ, അല്ലെങ്കിൽ അന്നത്തെ ആരെങ്കിലും വഴക്കടിച്ച് എന്നാലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പലതരം മൂഡിൽ വരുന്ന ആൾക്കാർക്ക് ഈ സെയിം ഭക്ഷണം പല തരത്തിലാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. സോ നിങ്ങളൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്, ചേട്ടാ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ചേട്ടാ ഷെഫേ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരു ചിക്കൻ കറി കഴിച്ചു, ഒരു അമേസിങ് കറി, ആ കറി എനിക്ക് പിന്നെ ഇതുവരെ കഴിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ പല റെസ്റ്റോറൻറ്റ്സിലും പോയി ആ റെസിപ്പി കിട്ടിയിട്ടില്ല, ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അന്നത്തെ ആ ചിക്കൻ കറി. ഇതുപോലെ ഒരുപാട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്കും തോന്നിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് സത്യമാവാം, അന്നത്തെ അയാൾ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ചിക്കൻ കറി. അപ്പോൾ ഞാൻ ചെയ്ത് അപ്പോൾ ഇത് പലരും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ആ അന്നത്തെ അയാളുടെ മൂഡിലും അയാളുടെ കൂടിരുന്ന ആൾക്കാരുടെ കൂടെ ഇന്ന് അയാൾ അന്ന് കഴിച്ച ആ ചിക്കൻ കറിയുടെ ആ ഒരു മൂഡാണ് അത്രയും ടേസ്റ്റായി. അതേ ചിക്കൻ കറി വേറെ ദിവസം കൊടുത്ത് അയാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സെയിം റെസിപ്പി ആയിരിക്കും, സെയിം ആളുണ്ടാക്കിയായിരിക്കും, ചിക്കൻ കറിക്കോ റെസിപ്പിക്കോ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ അന്ന് കഴിച്ച ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ സന്തോഷകരമായ ഒരു കാര്യം, അന്ന് കഴിക്കുന്ന ഭക്ഷണം അതുപോലെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് പറയൂ, ഇത് അടിപൊളി ചിക്കനാണ്, ഇത് അടിപൊളി മീൻകറി, ഇതിൻ്റെ പുളിയും എരിവും ഒക്കെ കൃത്യമാണെന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ നമ്മളെ അങ്ങ് ഉത്തേജിപ്പിക്കും. അപ്പോൾ നമ്മുടെ മെമ്മറിയിലകത്ത് ഇതിങ്ങനെ കിടക്കുകയാണ് അന്നത്തെ ദിവസത്തെ ആ ഭക്ഷണം. അപ്പോൾ അത് മൂഡ് ഭയങ്കരമാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എല്ലാ ടെൻഷനും എടുത്ത് മാറ്റി വേണം ഡൈനിങ് ടേബിളിൽ വന്നിരിക്കേണ്ടത്. ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് നിങ്ങളെ വഴക്കിട്ടല്ലേ, പിള്ളേരൊക്കെ ആയിട്ട് വഴക്കിട്ടിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പം ബി ഹാപ്പി. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പറയാറുണ്ട്, പൊളിറ്റിക്സിനെ കുറിച്ച് പറയരുത്, മറ്റല്ലെങ്കിൽ കടം കൊടുക്കുന്നതിനെ കുറിച്ച് പറയരുത്, ഫിനാൻസ്. ഞാനങ്ങനെ ഈ ഭക്ഷണം ടേബിൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. പറയുന്നത് ഡൈനിങ് ടേബിളിൽ നമ്മൾ രാഷ്ട്രീയം, മതം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പണമിടപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനേ പാടില്ല ഭക്ഷണം കഴിക്കുക. കാരണം ഈ സമയത്താണ് നമ്മുടെ ബ്രെയിൻ വേറെ ലെവലിലേക്ക് പോവുക. അല്ലാതുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് അനുഭവങ്ങൾ പറയുക, ചിരിക്കാനുള്ള കാര്യങ്ങൾ പറയുക,
ലാഫ്. യൂറോപ്യൻസൊക്കെ അതാണ് കണ്ടില്ല, എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇപ്പോൾ നിങ്ങളൊരു സിനിമയിലൊക്കെ ഡൈനിങ് ടേബിളൊക്കെ എല്ലാവരും ഒച്ചത്തിൽ സംസാരിച്ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഹായ് ഹലോ. ചില ഡൈനിങ് ടേബിളിൽ വല്ല മരണ വീട്ടിലെ പോലെ ഇരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് വേണം കഴിച്ചാൽ ഈ ഭക്ഷണം കൂടുതൽ ഹാപ്പി ആവും. ഈവൻ ഒരു മോശം ഭക്ഷണം പോലും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. ഞാനൊരിക്കൽ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയപ്പോൾ അവിടെ നമ്മളുടെ കൂടെ ഇരുന്ന ടീമെല്ലാം അത്യാവശ്യം സംസാരിക്കുന്ന ഒച്ച ഉണ്ടാക്കുന്ന ടീമാണ്. തൊട്ടപ്പുറത്തൊരു ഫാമിലി ഇരിക്കുന്നുണ്ട്. അവരവസാനം ചൂടായി, നിങ്ങൾ ഇത്ര മറ്റു ഫാമിലി ഇരിക്കുന്നുണ്ടെന്ന് ഓർക്കണമെന്ന്. അപ്പൊ ഇപ്പൊ താങ്കൾ പറഞ്ഞ ആ ഒരു പോളിസി ഇതിനകത്ത് വർക്ക് ആവുന്നില്ല. ശരിക്കും അതൊരു വലിയൊരു പോയിന്റാണ്. നമ്മൾ ഈ പറഞ്ഞത് ഒരു ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ ടേബിൾ മാനേഴ്സ്, അങ്ങനെ പല രീതികളുണ്ട്. ഒരു ഗസ്റ്റും ഹോസ്റ്റും പാലിക്കേണ്ട മര്യാദയുണ്ട്, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ട മര്യാദയുണ്ട്, ഒരു ഡിന്നറിന് ഒരു എക്സ്ക്ലൂസീവ് ഡിന്നർ, ഒരു വെഡ്ഡിങ് പാർട്ടിക്ക് നമ്മൾ പോയാൽ അതിൻ്റെ ഹോസ്റ്റിനും ഗസ്റ്റിനുള്ള കുറേ മര്യാദകളൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ പാലിക്കപ്പെടാറില്ല. അതൊക്കെ യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഒക്കേഷനാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് പോലും, കഴിക്കേണ്ട രീതി പോലും, അല്ലെങ്കിൽ ഒരു ടേബിൾ വളരെ ഇൻവൈറ്റ് ചെയ്തൊരു ടേസ്റ്റിംഗ് മെനു, ഭയങ്കര ഒരു സ്പെഷ്യൽ ഡിന്നറൊക്കെ ആണെങ്കിൽ ആ സ്റ്റാർട്ടർ സൂപ്പ് അങ്ങനെയൊക്കെ വരുമ്പം അത് ഉപയോഗിക്കേണ്ട ഫോക്കും നൈഫും ഈവൻ ചോപ്സ്റ്റിക് ആണ്, അത് എല്ലാവരും, അല്ലെങ്കിൽ നമ്മളവിടെയൊക്കെ എംബ്രാസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ ഭയങ്കര നമുക്ക് നാണക്കേട് വരുന്ന രീതിയിലൊക്കെ പിന്നീട് മനസ്സിലാവും. സോ ഇതൊരു കോമൺ റെസ്റ്റോറൻറ്റ്, ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ എല്ലാവരും ഇരുന്ന് ഡൈൻ ചെയ്യുമ്പം ഒരു ടേബിളിൽ ഇരുന്ന് ഒച്ചത്തിൽ ഭയങ്കര ചിരി, ആ ഒച്ച അത് നോയ്സൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു മാനേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന, നമുക്ക് പറഞ്ഞാൽ ഏത് ഡെസിബലിൽ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതൊരു ശല്യം തന്നെയാണ്. അതൊരു ടേബിൾ മാനേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഒച്ചത്തിൽ സംസാരിക്കുന്നത്. മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിലായിരിക്കണം. തൊട്ടടുത്തൊരു ഫാമിലി ഗസ്റ്റ് ഉണ്ട്, ചിലപ്പോൾ ഒരു ബിസിനസ് മീറ്റ് ആയിരിക്കും. നിങ്ങൾ നല്ലൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ ഒരു ലഞ്ചിന് ഒരു റിസർവ് ചെയ്തിട്ട് പോവുകയാണ് ഒരു 8 പേര്. അതിൻ്റെ അടുത്ത് വേറെ ഒരു തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ബിസിനസ് മീറ്റിന് 2 ക്ലയൻസ് വന്നിരുന്നതായിരിക്കും, ഒരു ഫാമിലി കഴിക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു ട്രാവലർ, ഒരു ആ സമയത്ത് വന്നൊരു വിസിറ്റ്, ഒരു ടൂറിസ്റ്റ് 2 പേരും കഴിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ശല്യമാവാതെ, ഇപ്പോൾ നിങ്ങളൊരു ക്ലബ്ബിൽ പോയി ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പബ്ബിൽ പോയി ഭയങ്കര ഒച്ചത്തിൽ മ്യൂസിക് ഉള്ളിടത്തൊന്നും ഇത് പാലിക്കേണ്ട കാര്യമില്ല. അതിനേക്ക് നമ്മുടെ ഒച്ചക്കാട്ടി വലിയ ഒച്ചയിൽ അവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് ഓൾ നമ്മുടെ ആ ഒക്കേഷൻസ് അനുസരിച്ചിട്ട് നമ്മളുടെ മര്യാദകൾ പാലിക്കുക. ടേബിൾ മാനേഴ്സ്, ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മലയാളം എടുത്ത് പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഊണ് കഴിച്ചിട്ട് കൈ കീട്ട് ഒരൊറ്റ കുടച്ചിലാണ്. ഓക്കെ, അതൊക്കെ ഭയങ്കരമായ മോശം പ്രവൃത്തിയാണ്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. കൈ അറിയാണ്ട് കഴുകിയിട്ട് ആ ഒരു ടിഷ്യൂ ഉണ്ടെങ്കിലും തുടയ്ക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു കുടയിൽ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ പറയുകയാണ് അത്. അപ്പം അതിൻ്റെ ഇപ്പുറത്ത് വേറെ ടേബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലേക്കൂടെ നടന്നു വരുന്നവരുണ്ടാവും, അടുത്ത കൈ കഴുകുന്നവരുണ്ടാവും. അതുപോലെ ഒച്ചത്തിൽ അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് തുപ്പുക, ഇതൊന്നും ഒരു നല്ല ഒരു വീട്ടിൽ ചെയ്യുന്നത് ഒരു പബ്ലിക് പ്ലേസ് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഭക്ഷണശാലയിൽ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ടേബിൾ മാനേഴ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ അതെ അതെ. ഓക്കെ, എന്നാലും നമ്മൾ മൂഡിനെ പറ്റിയാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ കുറച്ച് മൂഡുകൾ പറയാം, അപ്പോഴൊക്കെ ഷെഫിന് കഴിക്കാൻ താല്പര്യമുള്ള സാധനങ്ങൾ പറയാം. ഞാൻ കുറച്ചും പറഞ്ഞ പോലെ നല്ല പെരുമഴ പുറത്ത് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മഴയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ഈ വീട്ടിലാണെങ്കിൽ നല്ല കപ്പ, അതുപോലെ ഇച്ചിരി ബീഫ് കറി, ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് കഴിക്കുക. അതൊക്കെ ആയിട്ട് നല്ല സ്പൈസിയുള്ള ഫുഡ്. എന്നിട്ട് മഴയത്ത് ഇങ്ങനെ ചുമ്മാതിരിക്കണം, വേറെ ഒന്നുമില്ല. മഴ ഒരു സൈഡിൽ കൂടെ പെയ്തുകൊണ്ടിരിക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. എനിക്ക് പൊറോട്ട കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഈ കപ്പയ്ക്കകത്ത് നല്ല മുളകൊക്കെ വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ബീഫും എല്ലാം കൂടെ കൂട്ടി ഒരു നാടൻ കറിയുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൊട്ടുക്കി ഇങ്ങനെ ആ കപ്പ കുഴഞ്ഞിങ്ങനെ ഇരിക്കണം. ഒരുപാട് ഹാർഡല്ല, സോഫ്റ്റ് ബോയിൽ ചെയ്ത കപ്പ ഇങ്ങനെ ഒരു കപ്പ പുഴുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഉരുളിക്കകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചുമന്ന കളർ ഒരു പോത്ത് കറിയുണ്ട്, എല്ലൊക്കെ ഇട്ട്, എന്നിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചെറിയ പാത്രത്തിലടിക്കുക, ഇത് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതൊരു ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലാതെ കഴിക്കുന്നുണ്ട്. എനിക്ക് മഴ പെയ്യുമ്പോഴാണ് ഇഷ്ടം. ഓക്കെ, അപ്പം ഇപ്പം തന്നെ വിശന്ന് തുടങ്ങി. ഭയങ്കര സെലിബ്രേഷൻ മൂഡിലിരിക്കുമ്പോൾ ഐ ഡോണ്ട് ഫീൽ അത് നമുക്ക് ആ ഒരു ആപ്പിറ്റൈസ് നമ്മൾ ഇതല്ലേ ഓവറായിട്ട് ഹാപ്പി ആയാലോ ഓവറായിട്ട് ദുഃഖമായാലോ നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻ വേറെ ലെവലിലാണ് വർക്ക് ചെയ്യുക. യു ആർ സൂപ്പർ എക്സൈറ്റഡ്, നിങ്ങൾക്ക് വലിയൊരു അവാർഡൊക്കെ കിട്ടി, നിങ്ങളവിടെ അന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്, നിങ്ങളന്ന് എൻജോയ് ചെയ്ത് കഴിക്കില്ല, ബാക്കി എല്ലാവരും കഴിക്കും. അല്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണം, ഇത് നിങ്ങളുടെ കല്യാണമാണ്, പെണ്ണും ചെക്കനുമായിട്ട് നിങ്ങൾ വേദി നിൽക്കും. അന്ന് ഒരുപാട് ഗസ്റ്റ് കൂടി എല്ലാം, എന്നിട്ട് ചെക്കനും പെണ്ണിനും വേണ്ടിയിട്ട് ആ കാറ്റേഴ്സ് ഏറ്റവും ബെസ്റ്റ് ഫുഡ് ലാസ്റ്റ് വെക്കും. യു ഡോണ്ട് എൻജോയ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വിവാഹ ദിവസം നിങ്ങൾ എത്രയ്ക്ക് എൻജോയ് ചെയ്ത് കഴിക്കും? അത്രയും പേരെ കണ്ട് എക്സോസ്ട്രായി പലരുടെ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് ഒരുപാട് പരിചയമുള്ളവരടുത്തും ഇല്ലാത്തടത്തൊക്കെ ചിരിച്ച് ഹാപ്പി. ബട്ട് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് വൺ ഓഫ് ദ സ്പെഷ്യൽ ഡേ. അപ്പോൾ ആ കല്യാണം കഴിക്കുകയാണ്, ഇന്ന് കല്യാണം കഴിച്ച ദിവസമാണ്, അതിൻ്റെ ഹാപ്പിനെസ്
നിങ്ങൾ ഒരിക്കലും അന്നത്തെ ദിവസം എന്ത് വലിയ ലോബ്സ്റ്റർ ഗ്രില്ല് ചെയ്തുകൊണ്ട് വന്നാലും നിങ്ങൾ തൊട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സത്യമല്ലേ? സത്യം. സോ ഓവർ ഹാപ്പി ആയാലും ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ല നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കുറേ പൈസ പോയെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നത് ആരെങ്കിലും ഹാക്ക് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നല്ല പോത്തിറച്ചിയും കുറച്ച് പൊറോട്ടയും അതുപോലെ എല്ലാ സാധനങ്ങളും കൂടി ഇരിക്കുമ്പം യു ഡോണ്ട് എൻജോയ്. അതെ, എന്ത് കഴിക്കാൻ പറ്റും എന്നുള്ളതിനേക്കാളും കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ. പനി പിടിച്ചിരിക്കുമ്പോൾ അത് എനിക്ക് ഓരോരുത്തർക്കും ഓരോ മൂഡാണ്. ചിലർക്ക് എനിക്ക് കഞ്ഞി എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമല്ല. ബേസിക്കലി ഫസ്റ്റ് ചോയ്സേ അല്ല, എന്താണെന്ന് അറിയില്ല. എന്നാലും ഞാൻ പക്ഷേ ഇപ്പോൾ അങ്ങനെ കുടിക്കും നമുക്ക് ഭയങ്കര. എനിക്കത് പണ്ട് തൊട്ടേ പനി പിടിച്ചിരിക്കുമ്പം എപ്പോഴും നല്ല സ്പൈസി ഫുഡ്, കുറച്ചുകൂടെ ഈ പറഞ്ഞ ലിക്വിഡായിട്ടൊക്കെ. ഇപ്പം നമുക്കൊരു ഷെഫായിട്ടുള്ള രീതിയിൽ നമുക്ക് കഞ്ഞി നല്ലതാണ്. പൊടിയരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കൂടുതൽ വെള്ളം ചേർത്ത് കുടിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റ് ബഡ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ രുചി അറിയാത്ത സമയമാണെങ്കിലാണ് ഈ പ്രശ്നമൊക്കെ വരിക. അപ്പം കഞ്ഞി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. രുചി എന്ത് കഴിച്ചാലും രുചി അറിയാത്തൊരു അസുഖങ്ങളൊക്കെ വരുമല്ലോ, ഈ കോവിഡ് ടൈമിലൊക്കെ വരുന്നതൊക്കെ പോലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ചൂട് കഞ്ഞി, എപ്പോഴും നല്ല ഹോട്ട് ഫുഡ്, കുറച്ചുകൂടെ സ്പൈസി. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും നിങ്ങളൊരു നോർമൽ സ്പൈസി കഴിക്കുന്ന ഇച്ചിരി എരിവ് കൂട്ടി കഴിക്കുക. അപ്പോൾ എരിവ് പെട്ടെന്ന് കഴിക്കാത്ത ആളുടെ ലെവൽ, നിങ്ങൾ അല്ലെങ്കിൽ എരിവ് കഴിക്കുന്ന ആളാണ്, ഇപ്പോൾ 1 to 10 നിങ്ങൾ 7 ആണ് നിങ്ങളുടെ സ്പൈസി ലെവൽ. ഇപ്പോൾ വേറൊരാൾക്ക് 8 ആണ്, അല്ലെങ്കിൽ ചിലർക്ക് 5 ആണെന്ന് വെച്ചാൽ നമുക്കറിയാം. അപ്പോൾ 7 കഴിക്കുന്ന ഒരു 9 ലെവലിലേക്ക് പിടിക്കുക. പെട്ടെന്ന് വിയർക്കും. പെട്ടെന്ന് നമ്മുടെ ബ്രെയിനകത്ത് ഈ മുളകെന്ന് പറഞ്ഞ സാധനം, കാന്താരി മുളകൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഈ അനങ്ങാണ്ടിരിക്കുന്ന പല സെല്ലുകളും പെട്ടെന്ന് അങ്ങ് പ്രവർത്തിക്കും. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് വെറുതെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വരണം. അതെനിക്ക് ഭയങ്കര ഇത് മെഡിക്കലി ഒന്നും ആരും ഞാൻ റെക്കമെൻഡ് ചെയ്യല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. പെട്ടെന്ന് നമ്മൾ സാധാരണഗതിയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലൊരു പെട്ടെന്ന് എരിവ് കൂടിയാൽ വായ്ക്കൊരു പൊള്ളൽ, വിയർപ്പ്, തലേന്നൊരു തരം. അപ്പം നമ്മുടെ ബോഡി മൊത്തത്തിൽ അങ്ങൊരു ആക്റ്റീവ് ആവും. ഇതൊരു 5 മിനിറ്റ്സേ ഉള്ളൂ. അറിയാമല്ലോ, ഒരു മുളക് കടിച്ചാൽ, ഒരു കാന്താരി മുളക് വെറുതെ കടിച്ചാലത്തെ ആ ഒരു ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഭയങ്കരമായിട്ട് മൊത്തം പൊള്ളുന്നൊരു ഫീല്. പിന്നെ അത് മാറി, പിന്നെ റിലാക്സ് ആയിട്ട് വരുന്നൊരു സമയമുണ്ട്. ചിലർക്ക് 5 മിനിറ്റ്, ചിലർക്ക് 10 മിനിറ്റ്, ചിലർ ഓടിപ്പോയി പഞ്ചാര കഴിക്കും, അല്ലെങ്കിൽ തൈര് കഴിക്കും. പിന്നെ ഒന്നും ആവശ്യമില്ല, 5 മിനിറ്റ്സ് വെരി ബാക്ക് ടു നോർമൽ ആവും. ഞാൻ നേരത്തെ വീണ്ടും ഒരു ഡിസ്ക്ലൈമർ, മെഡിക്കലി അല്ല, നമ്മുടെ ഒരു പെട്ടെന്ന് ഇനി ഒരിക്കലും കഴിക്കാതെ കൊച്ചു പൊടിപ്പിള്ളേർക്ക് കാണാൻ ആരെങ്കിലും അമ്മമാർ പനി പിടിച്ചിരിക്കുന്ന കാന്താരി മുളക് അരച്ച് വായി വെച്ച് കൊടുക്കരുത്. ഒരു അഡൾട്ട്സിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.